എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഷിംജി, മെഡിക്കൽ ഡയറക്ടർ, സൗഖ്യം ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ. വളരെ ആകുലതയോടെ നമ്മളെല്ലാവരും നോക്കിക്കാണുന്ന ഒരു പ്രശ്നമാണ് കിഡ്നി രോഗങ്ങൾ. കിഡ്നി രോഗങ്ങൾ ഇന്ന് അതിൻ്റെ ഇൻറ്റൻസിറ്റി, അതിൻ്റെ തീവ്രത വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. എന്തൊക്കെയാണ് കിഡ്നി രോഗങ്ങൾ തുടങ്ങുമ്പോൾ നമുക്ക് കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ? എന്തൊക്കെ കാരണം കൊണ്ടാണ് പ്രധാനമായിട്ട് ഈ കിഡ്നി രോഗങ്ങൾ വരുന്നത്? എങ്ങനെ അതിനെ പ്രതിരോധിക്കാം എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. കിഡ്നി ഒരു വലിയ ഫിൽട്ടറാണ്, ഒരരിപ്പ. നമ്മുടെ ശരീരത്തിനകത്തുള്ള ബ്ലഡിനെ അരിച്ച് അതിൽ യൂറിനാക്കി മാറ്റി യൂറിൻ പുറത്തേക്ക് എക്സ്പെൽ ചെയ്യുന്ന, തള്ളുന്ന ഒരു അരിപ്പയാണിത്. ഈ അരിപ്പ നമ്മുടെ ശരീരത്തിനകത്തുള്ള ജലാംശം നിലനിർത്താൻ വേണ്ടിയിട്ട്, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. പലരും കരുതുന്നത് നമ്മളൊരു ദിവസം 3-4 ലിറ്റർ വെള്ളം കുടിക്കുന്നു. ഈ വെള്ളം അങ്ങനെ തന്നെ അരിച്ച് അത് ഫിൽട്ടർ ചെയ്ത് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ശരീരത്തിനകത്തേക്ക് കൊടുത്ത് ബാക്കി വരുന്ന ടോക്സിൻസ്, വിഷപദാർത്ഥങ്ങളൊക്കെ പുറത്തേക്ക് തള്ളുന്നതാണ് ഈ പറയുന്ന അരിപ്പയുടെ അല്ലെങ്കിൽ കിഡ്നിയുടെ പ്രവർത്തനം എന്നാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഒരു ദിവസം ഏകദേശം 180 ലിറ്റർ. 180 ലിറ്റർ എന്ന് പറയുമ്പോൾ എത്രയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അത്രയും വെള്ളം, അത്രയും ജലാംശം നമ്മുടെ കിഡ്നി കൂടെ കയറി ഇറങ്ങി പോകുന്നുണ്ട്. അത് ശരിക്കും ഒരു റീസൈക്ലിംഗ് ആണ്. ചെയ്ത വെള്ളം, എടുത്ത വെള്ളത്തിന് വീണ്ടും പല ആവർത്തി ഇതിങ്ങനെ ഫിൽട്ടർ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ റീസൈക്കിൾ ചെയ്തിട്ടാണ് നമ്മുടെ ശരീരത്തിനകത്തുള്ള പ്രോട്ടീനെയും പലതരത്തിൽപ്പെട്ട ഹോർമോൺസിനെയും പല പോഷക ഘടകങ്ങളെയൊക്കെ അങ്ങനെയൊക്കെയാണ് ഇത് ഫിൽട്ടർ ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു ദിവസം കുടിക്കുന്ന വെള്ളത്തിൻ്റെ 99% കിഡ്നി കൂടി ഇങ്ങനെ ഫിൽട്രേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കിഡ്നിയുടെ ഈ ഫിൽട്രേഷന് സഹായിക്കുന്ന അതിൻ്റെ ചെറിയ ചെറിയ അരിപ്പകളാണ്. ആ അരിപ്പകളെയാണ് നമ്മൾ സാധാരണ നെഫ്രോൺസ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ ശരീരത്തിനകത്തുള്ള ഈ ശരീരത്തിൻ്റെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ജലാംശം നിലനിർത്താൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ടോക്സിൻസ്, വിഷപദാർത്ഥങ്ങളെ പുറത്ത് തള്ളുക, ഇതൊക്കെയാണ് ഈ പറയുന്ന നെഫ്രോൺസിൻ്റെ പ്രവൃത്തികൾ, ഈ അരിപ്പയുടെ പ്രവൃത്തികൾ. ശരാശരി ഒരു ആരോഗ്യമുള്ള മനുഷ്യൻ്റെ ശരീരത്തിൽ 1 മില്യൺ തൊട്ട് 1.5 മില്യൺ വരെ നെഫ്രോൺസ് ഉണ്ട്. അത്രയും വലിയ ഒരു നെറ്റ്വർക്കാണിത്. പക്ഷേ ശരീരത്തിനകത്ത് ക്രോണിക് കിഡ്നി ഡിസീസ് അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ ബാധിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് 1 മില്യണൊന്നും ഉണ്ടാവില്ല. ഈ നെഫ്രോൺസ് ക്രമാനുഗതമായി നശിച്ചുകൊണ്ടേയിരിക്കും. അത് ഏകദേശം പകുതിയായിട്ട് ഒരു മനുഷ്യനിൽ കുറയും. പകുതിയായിട്ട് ഈ അരിപ്പയുടെ എണ്ണം കുറയുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് മനുഷ്യ ശരീരത്തിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഇമ്പാക്റ്റ്, അതിൻ്റെ ആഘാതം എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പലപ്പോഴും പ്രായം വർദ്ധിക്കുമ്പോൾ തന്നെ ഈ അരിപ്പയുടെ എണ്ണം കുറയും. അത് സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഒരു 80 വയസ്സൊക്കെയുള്ള ഒരു വ്യക്തി 1.4 അല്ലെങ്കിൽ 1.6 ഒക്കെ ക്രിയാറ്റിനായിട്ട് വന്നാലും നമ്മൾ സമാധാനിപ്പിച്ച് ഒരു കുഴപ്പമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുന്നത്. കാരണം ഒരു 80 വയസ്സുകാരനെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഒരു 1.6 ഒക്കെ ഒരു വലിയ പ്രശ്നമില്ലാതെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇനി എന്തുകൊണ്ടാണ് ഈ പറയുന്ന കിഡ്നി രോഗങ്ങൾ വരുന്നത്? കിഡ്നി രോഗങ്ങൾ വരാൻ വളരെ നമ്പർ ഓഫ് കാര്യങ്ങളുണ്ട്, എത്രയോ കാര്യങ്ങളുണ്ട്. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഇടപെടലുകൾ, നമ്മൾ കഴിക്കുന്ന പല മരുന്നുകളുടെയും റിയാക്ഷൻസ്, അനാവശ്യമായിട്ട് കഴിക്കുന്ന ആൻറ്റിബയോട്ടിക്സുകൾ കിഡ്നിയെ നശിപ്പിക്കുമെന്നുള്ള ഒത്തിരി പഠനങ്ങളുണ്ട്, ലിവറിനെ നശിപ്പിക്കുന്നത് പോലെ. അങ്ങനെയൊക്കെ ഒത്തിരി പഠനങ്ങളൊക്കെ ഉണ്ടെങ്കിലും സാധാരണഗതിയിൽ കിഡ്നിയെ നശിപ്പിക്കാൻ ഉതകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഡയബറ്റിസ് തന്നെയാണ്. നമ്മളൊക്കെ പലവരും കേട്ടിട്ടുള്ള ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന് പറയുന്ന കണ്ടീഷൻസാണ് കിഡ്നിയെ സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ നശിപ്പിക്കാൻ സാധ്യതയുള്ള ഒരു കണ്ടീഷൻ. എന്താണ് ഈ ഡയബറ്റിക് നെഫ്രോപ്പതിയിൽ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഭാവിയിൽ വരാൻ സാധ്യതയുള്ള ഒരു കിഡ്നി രോഗത്തെ നമുക്ക് മാറ്റി നിർത്താൻ വേണ്ടി അല്ലെങ്കിൽ പരമാവധി ഒഴിവാക്കാൻ വേണ്ടി കഴിയും. നമ്മുടെ ശരീരത്തിനകത്തുള്ള പ്രോട്ടീൻ എൻസൈമുകളുണ്ട്. നമ്മുടെ ബ്ലഡിനകത്തുള്ള പ്രോട്ടീൻ എൻസൈംസ്, പ്രോട്ടീൻസ്. ഈ പ്രോട്ടീനുകൾ നമ്മുടെ രക്തത്തിനകത്ത് വർദ്ധിച്ചു വരുന്ന ഷുഗറുമായിട്ട് കൂടിച്ചേരുന്ന ഒരു പ്രോസസ്സിനെയാണ് ഗ്ലൈക്കേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഈ ഗ്ലൈക്കേഷൻ ഉണ്ടാകുന്നതാണ് ഏറ്റവും ആദ്യമായിട്ട് കിഡ്നി രോഗത്തിൻ്റെ തറക്കല്ലിടലായിട്ട് നമുക്ക് പറയാൻ വേണ്ടി കഴിയുക. അപ്പോൾ ശരീരത്തിനകത്ത് എക്സസ് ആയിട്ട് വരുന്ന ഷുഗറാണ് ഒരു പക്ഷേ
കിഡ്നി രോഗത്തിനുള്ള ആദ്യത്തെ ആണിക്കല്ല്. ഈ പറയുന്ന രീതിയിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈ ഗ്ലൈക്കേഷൻ ഉണ്ടാകുക വഴി ഒരു വളരെ വലിയ തോതിൽ തന്നെ പ്രോട്ടീൻ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടും. ഇത്തരത്തിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കണ്ടീഷനാണ് നമ്മൾ സാധാരണ അഡ്വാൻസ്ഡ് ഗ്ലൈക്കേറ്റഡ് എൻഡ് പ്രോഡക്ട്സ് എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാകുന്നതോടുകൂടി അഡ്വാൻസ്ഡ് ഗ്ലൈക്കേറ്റഡ് എൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനൊക്കെ വരുന്നതോടുകൂടി തന്നെ നമ്മുടെ പ്രോട്ടീനൂറിയ ആരംഭിക്കും. എന്താണ് പ്രോട്ടീനൂറിയ? പ്രോട്ടീനൂറിയ എന്ന് പറഞ്ഞാൽ മൂത്രത്തിൽ കൂടി പ്രോട്ടീൻ പുറത്തേക്ക് പോകുന്ന അവസ്ഥയാണ്. പലപ്പോഴും മൂത്രം ഒഴിക്കുമ്പോൾ ഒക്കെ കാണുന്ന പതയൊക്കെ ഒരു പക്ഷേ പ്രോട്ടീനൂറിയ ആയിരിക്കാം. ഒരു പക്ഷേ അതിന് ഒരു ചെറിയ സാധ്യതയാണ് ഉള്ളത്. അപ്പോൾ ഈ പ്രോട്ടീനൂറിയ ഉണ്ടാകുന്നതോടുകൂടി ശരീരത്തിൽ നിന്ന് ക്രമാനുഗതമായിട്ട് പ്രോട്ടീൻ പുറത്തേക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഇങ്ങനെ പ്രോട്ടീൻ ലീക്കേജ് വരുന്നതിൻ്റെ അനന്തരഫലമായിട്ടാണ് ശരീരത്തിനകത്ത് എഡിമ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉണ്ടാകുന്നത്. എഡിമ എന്ന് പറഞ്ഞാൽ നീർക്കെട്ടാണ്. പലപ്പോഴും മുഖത്ത് ചിലരൊക്കെ രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും മുഖമൊക്കെ വീർത്ത് കെട്ടിയിട്ടുണ്ടാകാം. ചിലർക്കൊക്കെ കൈക്കും കാലിനും പ്രത്യേകിച്ച് കാൽപാദങ്ങളിലൊക്കെ നീര് ആദ്യകാലത്ത് കാണിക്കും. ക്രമേണ അത് അനാസാർക്ക അല്ലെങ്കിൽ ജനറലൈസ്ഡ് എഡിമ ശരീരത്തിന് മുഴുവനായിട്ട് ബാധിക്കുന്ന നീർക്കെട്ടായിട്ട് മാറുകയും ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ആദ്യ പടിയായിട്ട് നമ്മളെ ശരീരം കാണിച്ചു തരുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ശരീരത്തിനകത്ത് ഉണ്ടാകുന്ന ഗ്ലൈക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ് ഇതിൻ്റെ ആദ്യത്തെ പടിയെന്ന് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടുന്ന മുൻകരുതലുകൾ? മുൻകരുതലുകളെ കുറിച്ച് പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കിഡ്നി രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോഴേക്ക് തന്നെ, അതായത് കിഡ്നിയെ ഒരു രോഗം ബാധിച്ച് വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഏകദേശം 10 വർഷങ്ങൾ എടുത്തിട്ടാണ് ഇതിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ തന്നെ പലപ്പോഴും കിഡ്നി കാണിക്കാറുള്ളത്. അപ്പോൾ വളരെ സ്ലോ ആയിട്ടാണ് ഇതിൻ്റെ ആദ്യഘട്ട പ്രോഗ്രഷനൊക്കെ നടക്കുക. അപ്പോൾ ഇതിൽ ആദ്യം കാണിക്കുന്ന ലക്ഷണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് അത്ഭുതം തോന്നും, ഇതൊക്കെ ഇങ്ങനെയാണോ ഉണ്ടാവുക എന്നൊക്കെ. പക്ഷേ ഇതിൻ്റെ ആദ്യഘട്ടമായിട്ട് നമുക്ക് ശരീരം കാണിച്ചു തരുന്ന സൂചന എന്ന് പറയുന്നത് നൊക്ടൂറിയ എന്ന് പറയുന്ന പ്രശ്നമാണ്. നൊക്ടൂറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൊക്ടേണൽ യൂറിനേഷൻ, അല്ലെങ്കിൽ രാത്രി കാലത്ത് അടിക്കടി ഉണ്ടാകുന്ന മൂത്രം ഒഴിക്കാനുള്ള ടെൻഡൻസി. മൂത്രം പിടിച്ചു വെക്കാനേ പറ്റില്ല. അത് കേട്ടിട്ട് നിങ്ങൾ അധികം ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പലപ്പോഴും 50 വയസ്സൊക്കെ കഴിഞ്ഞാൽ, പ്രധാനമായിട്ട് 60 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും മിക്ക ആൾക്കാർക്കും ഇങ്ങനെ ഒരു പ്രശ്നം പുരുഷന്മാർക്ക് ഉണ്ടാകാറുണ്ട്. ഇത് ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേഷ്യ എന്ന് പറയുന്ന BPH എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു പ്രശ്നമാണ്, പ്രോസ്റ്റേറ്റിൻ്റെ എൻലാർജ്മെൻറ്റ്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ടെസ്റ്റൊക്കെ ചെയ്ത് ഇത് പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻറ്റ് അല്ല എന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾ പിന്നെ ചിന്തിക്കേണ്ടത് ഇതൊരു പക്ഷേ കിഡ്നിയെ ചെറിയ രീതിയിൽ എന്തോ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കെന്തോ പ്രശ്നമുണ്ടെന്ന് വരുത്തി തീർക്കാനോ അല്ല. മറിച്ച് ഇങ്ങനൊരു പ്രശ്നം കാണുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ചില മുൻകരുതലുകൾ എടുത്താൽ പൂർണ്ണമായിട്ടും ആരോഗ്യം നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ നൊക്ടൂറിയ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ വേറൊരു കാര്യം കൂടെ ആലോചിച്ച് നോക്കൂ. എപ്പോഴും പ്രമേഹ രോഗം വർദ്ധിച്ച ആൾക്കാർക്ക് നൊക്ടൂറിയ ഉണ്ടാവും, അല്ലെങ്കിൽ രാത്രിയിൽ അടിക്കടി മൂത്രമൊഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഈ കിഡ്നിയുടെ രോഗത്തിന് ഉണ്ടാകുന്ന ആദ്യഘട്ടത്തിൽ കാണിക്കുന്ന ലക്ഷണവും ഡയബറ്റീസ് കാണിക്കുന്ന ലക്ഷണങ്ങളും ഏറെക്കുറെ തുല്യമാണ്. പ്രമേഹ രോഗവും അതുപോലെ തന്നെ കിഡ്നി രോഗവും ഹാൻഡ് ഇൻ ഹാൻഡ്, കൈകൾ കോർത്ത് പിടിച്ച് നടന്നു പോകുന്ന ആൾക്കാരാണ്. ഡയബറ്റീസ് സാധാരണഗതിയിൽ 4 തരം കോശങ്ങളെയാണ് ശരീരത്തിൽ ബാധിക്കുക. ഏറ്റവും പ്രധാനമായിട്ട് നമ്പർ 1 കിഡ്നിയുടെ കോശങ്ങളെ അത് ബാധിക്കും. രണ്ടാമത് അത് കണ്ണിനെ ബാധിക്കും, റെറ്റിനോപ്പതി എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ കണ്ണിനെ ബാധിക്കാം. മൂന്നാമത് നാഡികളെ ബാധിക്കും, ന്യൂറോപ്പതി എന്ന് നമ്മൾ പറയുന്ന കൈകാലിനൊക്കെ മരവിപ്പും ചുട്ടുനീറ്റിലൊക്കെ ഉണ്ടാകുന്ന പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. നാലാമതായിട്ട് ഇത് ബാധിക്കുന്നത് രക്തക്കുഴലുകളെയാണ്. രക്തക്കുഴലുകൾക്ക് പെട്ടെന്ന് ഡാമേജ് ഉണ്ടാക്കാൻ ഇതിന് കഴിയും. അതുകൊണ്ട് തന്നെ കൊറോണറി ആർട്ടറി ഡിസീസ് അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ ബ്ലോക്കൊക്കെ വരാനുള്ള സാധ്യതകളും പ്രമേഹ രോഗികളിൽ വളരെ വളരെ മടങ്ങധികമാണ്. അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം നമുക്ക് മറികടക്കണമെങ്കിൽ അതിൻ്റെ റൂട്ട് കോസ്, മൂലകാരണം എന്താണെന്ന് മനസ്സിലാക്കണം. കിഡ്നി ഡിസീസിന് പല കാരണങ്ങളുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്, ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കുക എന്ന് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ പ്രധാനമായിട്ടും ഡയബറ്റീസിനെ എങ്ങനെ അത് മാനേജ് ചെയ്യാം, എങ്ങനെയാണ് ഡയബറ്റീസിനെ മാനേജ് ചെയ്യേണ്ടത്?
അപ്പോൾ അതിനു മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്ന മൂത്രത്തിൽ പത ഉണ്ടാക്കുക അല്ലെങ്കിൽ പ്രോട്ടീനൂറിയ ഉണ്ടായാൽ, പ്രോട്ടീൻ മൂത്രത്തിൽ കൂടി പോയാൽ അത് കിഡ്നി ഡാമേജ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. അതിന് പ്രധാനമായിട്ടൊരു 4 കാരണങ്ങളെങ്കിലും ശരീരം കാണിച്ചു തരും. ഒന്ന്, നെഫ്രോട്ടിക് ഡാമേജ് അല്ലെങ്കിൽ നെഫ്രോൺസ് നശിക്കും. അത് നിങ്ങൾക്കൊരു അൾട്രാസൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫിസീഷ്യൻ അത് കൃത്യമായിട്ട് മനസ്സിലാവും, പറഞ്ഞു തരാൻ പറ്റും. രണ്ടാമത് പ്രോട്ടീനൂറിയ അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുമ്പോൾ പതയുണ്ടാവുക അത്. മൂന്നാമത് EGFR കുറഞ്ഞു വരിക, ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയുന്ന നമ്മുടെ രക്തത്തിൽ നിന്നും മൂത്രം ഉണ്ടാകുന്ന ആ പ്രോസസ്സ്, ആ അരിക്കുന്ന പ്രോസസ്സ്, അതിൻ്റെ ഫിൽട്രേഷൻ്റെ റേറ്റ് കുറയുക. അത് നോർമലി നമ്മൾ 100, 110 ആണ് പറയാറില്ലെങ്കിലും പലപ്പോഴും 60 കുറയുന്ന സമയത്താണ് അത് ചെറിയ രീതിയിൽ കിഡ്നീനെ ബാധിച്ചു എന്ന് നമ്മൾ ഉറപ്പിക്കാറുള്ളത്. GFR നോക്കുക. നാലാമത് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം നീരുകളുണ്ടാവുക, ശരീരത്തിൽ നീരുണ്ടാവുക. അങ്ങനെ ഈ പറയുന്ന 4 ലക്ഷണങ്ങളോ അതിൽ ഒന്നിലധികം ലക്ഷണങ്ങളോ ഒന്നിച്ച് ചേർന്ന് വരുമ്പോൾ മാത്രമേ ഇത് ഇങ്ങനെ ഒരു പ്രശ്നമാണെന്ന് പോലും നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇത് കിഡ്നി രോഗമാണ് അല്ലെങ്കിൽ മൂത്രത്തിൽ പത കാണുമ്പോൾ തന്നെ പ്രശ്നമാണ് എന്ന് നിങ്ങൾ ഒരു കാരണവശാലും കരുതരുത്. അങ്ങനെ ഒരു ചിന്ത ഒരിക്കലും ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അപ്പോൾ ഇതെങ്ങനെ മാനേജ് ചെയ്യാം? മാനേജ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ടത് ഡയബറ്റീസിന് എന്താണ് മാനേജ്മെൻറ്റ്. നമ്മൾ വളരെ ശാസ്ത്രീയമായിട്ട് മാനേജ് ചെയ്യുന്നു എന്നാണ് പറയുക, മാനേജ് ചെയ്യുക എന്നാണ് പറയുക. മാറ്റുക എന്ന് നമ്മളാരും പറയാറില്ല, അത് കറക്റ്റ് ചെയ്യുക എന്ന് പറയാറില്ല. പ്രമേഹ രോഗത്തിനെ മാനേജ് ചെയ്യുക, അതിൻ്റെ ലക്ഷണങ്ങളെ മാനേജ് ചെയ്യുക, അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ടായാൽ കിഡ്നിയോ കണ്ണോ അല്ലെങ്കിൽ നാഡികളോ ഒക്കെ നശിച്ചു പോയാൽ അതിനെ മാനേജ് ചെയ്യുക. ഈ മാനേജ് ചെയ്യുന്നതാണോ ശരിക്കുമുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾക്കൊരു ശരീരത്തിൽ നീര് വന്നു കഴിഞ്ഞാൽ ഡയൂററ്റിക്സ് കഴിക്കുക, മൂത്രമൊഴിക്കും, നീര് പോകും, അത് മാനേജ്മെൻറ്റാണ്. കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ സ്റ്റാറ്റിൻ ടാബ്ലറ്റ് കഴിക്കുക, അത് കുറയ്ക്കുക, അതൊരു മാനേജ്മെൻറ്റാണ്. ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ, ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിൽ ബീറ്റാ ബ്ലോക്കറോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാൽഷ്യം ചാനൽ ബ്ലോക്കറോ എന്തെങ്കിലും ഒരു മരുന്ന് കഴിക്കുക, അത് മാനേജ് ചെയ്യുക. ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ലൈഫ് ലോങ് മെറ്റ്ഫോർമിനോ ഇൻസുലിനോ കഴിക്കുക, അത് മാനേജ് ചെയ്യുക. ഇതാണോ? ഒരു പക്ഷേ കൺട്രോളിൻ്റെ മുകളിലേക്ക് പോയാൽ നമ്മളത് മാനേജ് ചെയ്യാം. നമുക്ക് എന്തുകൊണ്ട് ഇത് കറക്റ്റ് ചെയ്തുകൂടാ? കറക്റ്റ് ചെയ്യാൻ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് എന്തുകൊണ്ട് ആലോചിച്ചുകൂടാ? അതാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത്, ഇപ്പോൾ ഈ പ്രമേഹം വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ മാനേജ് ചെയ്യും, ഇൻസുലിൻ എടുത്തിട്ടോ അല്ലെങ്കിൽ മെറ്റ്ഫോർമിൻ കഴിച്ചിട്ടോ മാനേജ് ചെയ്യും. ഈ മാനേജ് ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും വരുന്നൊരു സംശയം, ഈ ഷുഗർ എവിടെയാണ് പോകുന്നത്? ഇത് ആവിയായി പോവുമോ? ഇവാപ്പറേറ്റ് ചെയ്ത് പോവുമോ? ഇല്ല. അപ്പോൾ ഇതെവിടെയാണ് പോകേണ്ടത്? ഈ ഷുഗർ പിന്നെ നേരെ ലോഡ്ജ് ചെയ്യും എവിടെ? ബ്ലഡിലേക്ക്, സെല്ലിലേക്ക്, സെല്ലിൽ നിന്ന് ലിവറിലേക്ക്, ലിവർ അത് ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പം അങ്ങനെയാണെങ്കിൽ അതൊരു ഡാമേജ് അല്ലേ ഉണ്ടാക്കുന്നത്? ഒരു പ്രശ്നം മാറ്റി പകരം 10 വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയല്ലേ അത് ചെയ്യുന്നത്? അത് ചിന്തിക്കണം. അങ്ങനെ ഉണ്ടാക്കാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതല്ലല്ലോ ചെയ്യേണ്ടത്. ഒന്ന് മാനേജ് ചെയ്താൽ പിന്നെ അത് മറികടക്കാനുള്ള വഴി നമ്മൾ ആലോചിക്കുകയല്ലേ വേണ്ടത്. അപ്പോൾ എന്താണ് ചെയ്യുക? അതിനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇപ്പം ഒന്ന് ചിന്തിക്കേണ്ടത്. ഒന്നാമത്, നമ്മളൊന്ന് കിഡ്നി ഡാമേജ് ആകുന്നതിന് മുമ്പുള്ള കാലത്താണെങ്കിൽ ഒന്ന് കീറ്റോ ഡയറ്റിലേക്ക് പോയി നോക്കുക. ഞാൻ അങ്ങനെ ഒരു വലിയ കീറ്റോ ഡയറ്റിൻ്റെ വലിയ ആരാധനമൊന്നുമല്ല. പക്ഷേ 1 മാസമോ അല്ലെങ്കിൽ 1.5 മാസമോ പരമാവധി 2 മാസമൊക്കെ കീറ്റോ ഡയറ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം പ്രമേഹ രോഗത്തിൻ്റെ മൂലകാരണങ്ങളെ നമുക്ക് റിവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന കീറ്റോ ഡയറ്റ്. പക്ഷേ കിഡ്നി രോഗം ഓൾറെഡി വന്ന ആൾ ഇത് ഒരു എക്സ്പേർട്ടിൻ്റെ അഡ്വൈസോട് കൂടി മാത്രമേ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. പ്രധാനമായിട്ടും ഒരു ലിമിറ്റിൻ്റെ മോഡിലേക്ക് നിങ്ങളുടെ കിഡ്നി ഡാമേജ് ആകുകയാണെങ്കിൽ കീറ്റോ ഡയറ്റ് പാടില്ല. പക്ഷേ ആദ്യഘട്ടത്തിൽ ഡയബറ്റീസ് വരുന്ന സമയത്ത് തന്നെ കിഡ്നിയെ സംരക്ഷിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമുക്ക് കീറ്റോ ഡയറ്റ് അനുവർത്തിക്കാം. രണ്ടാമത്തത് ഫാസ്റ്റിംഗ് ആണ്, ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. ഒരു ദിവസം ഏകദേശം ഒരു 14 മണിക്കൂർ 15 മണിക്കൂർ നിങ്ങൾ ഫാസ്റ്റ് ചെയ്യുക. പലപ്പോഴും നമ്മൾ പല വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണത്. രാത്രി ഇത്തിരി നേരത്തെ തന്നെ ഭക്ഷണം കഴിക്കുക, ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് പോസ്റ്റ്പോൺ ചെയ്യുക. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കാര്യം. മറ്റൊന്ന്, പ്ലാന്റ് ഫൈറ്റോ ന്യൂട്രിയൻസ് ധാരാളമായിട്ട് ഉപയോഗിക്കുക. ഫൈറ്റോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരുവിധം ഗ്രീനി ആയിട്ടുള്ള പച്ച നിറത്തിലുള്ള തിക്കായിട്ടുള്ള ഇലക്കറികളിലും
പച്ചക്കറികളിലൊക്കെ ധാരാളമായിട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ്. ഇത് വളരെയധികം കിഡ്നിയെ സംരക്ഷിക്കാനുള്ള ഒരു കാര്യം കൂടിയാണ്. കിഡ്നിയെ വളരെയധികം സംരക്ഷിക്കുന്ന ഒരു കാര്യം കൂടിയാണ് പ്ലാന്റ് ഫൈറ്റോ ന്യൂട്രിയൻസ്. അപ്പോൾ ധാരാളമായിട്ട് ഇലക്കറികളൊക്കെ കഴിക്കാൻ വേണ്ടി തയ്യാറാവുക. പ്രത്യേകിച്ച് സാലഡ്സ് ധാരാളമായിട്ട് കഴിക്കുക. നിങ്ങളുടെ ദഹനമൊക്കെ പ്രോപ്പറാണെങ്കിൽ സാലഡ്സ് കഴിക്കുക. അതിനകത്തുള്ള മഗ്നീഷ്യവും പൊട്ടാഷ്യവും ഒക്കെ വളരെ വളരെ നന്നായിട്ട് കിഡ്നിയെ സഹായിക്കുന്നവയാണ്. ഞാൻ പറയുന്നത് ഇതൊന്നും കെമിക്കലി കഴിക്കേണ്ട കാര്യത്തെക്കുറിച്ചല്ല. കഴിയുന്നിടത്തോളം ഇത് അവൈലബിൾ ആയിട്ടുള്ള ഭക്ഷണം നമ്മൾ കഴിക്കാൻ വേണ്ടി തയ്യാറാവുക. ഒരു കാരണവശാലും ഇതിൻ്റെ ഒരു ഫാർമസ്യൂട്ടിക്കൽ സൈഡിലേക്ക് അല്ലെങ്കിൽ കെമിക്കൽ അടങ്ങിയ ഭക്ഷണം സപ്ലിമെൻറ്റിലേക്കോ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം പോലും ഇവിടെ വരുന്നില്ല. ഇനി നാലാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഏറ്റവും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് ബെൻഫോട്ടിയാമിൻ. പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഇന്നും അത്ര അധികം പ്രചാരത്തിലില്ലാത്തൊരു കാര്യമാണ് ബെൻഫോട്ടിയാമിൻ എന്ന് പറയുന്ന ഒരു വൈറ്റാമിൻ. ബെൻഫോട്ടിയാമിൻ ശരിക്കും വൈറ്റമിൻ B1 ആണ്, തയാമിൻ്റെ ഒരു ഫോമാണ്. അതിൻ്റെ ഫാറ്റ് സോളിബിളായിട്ടുള്ള ഫോമാണ് ബെൻഫോട്ടിയാമിൻ. പലപ്പോഴും നമ്മളിത് ഡിസ്കസ് ചെയ്തിട്ടും ഉണ്ട്. ബെൻഫോട്ടിയാമിൻ്റെ ഗുണം എന്താണെന്നറിയോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും പോയി അറ്റാച്ച് ചെയ്യുന്ന ഗ്ലൈക്കേഷൻ കൊണ്ടാണ് കിഡ്നി രോഗം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഗ്ലൈക്കേഷൻ, ഇത് തമ്മിൽ ചേരുന്ന ഈ പ്രോസസ്സിനെ, ഗ്ലൈക്കേഷനെ ഒരു പരിധി വരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ബെൻഫോട്ടിയാമിൻ എന്ന് പറയുന്ന കണ്ടന്റിന് കഴിയും. അതുകൊണ്ട് തന്നെ ഡയബറ്റിക് നെഫ്രോപ്പതിയോ റെറ്റിനോപ്പതിയോ പോലെയുള്ള കണ്ണിനെ കാഴ്ചയെ ബാധിക്കുന്ന, കിഡ്നിയെ ബാധിക്കുന്ന പ്രമേഹ രോഗത്തിൻ്റെ കോംപ്ലിക്കേഷൻസിന് ഒരു വലിയ പരിധിവരെ ഒഴിവാക്കാൻ വേണ്ടി ബെൻഫോട്ടിയാമിന് കഴിയും. അതുകൊണ്ടാണ് കിഡ്നി രോഗത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ പ്രിവെൻഷന് വേണ്ടി ബെൻഫോട്ടിയാമിൻ കഴിക്കണം എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ ഒരു പവർഫുൾ ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻ്റാണ് ആൽഫ ലിപ്പോയിക് ആസിഡ്. ആൽഫ ലിപ്പോയിക് ആസിഡ് നിങ്ങൾക്ക് സപ്ലിമെൻ്റ് രൂപത്തിലും അവൈലബിൾ ആണ്. അത് കഴിക്കുന്നതും ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ, പ്രത്യേകിച്ച് കിഡ്നിയെ സംരക്ഷിക്കാൻ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഫൈറ്റോ ന്യൂട്രിയൻ്റാണ് കുർക്കുമിൻ. മഞ്ഞളിൽ അടങ്ങിയിട്ടുള്ള ഒരു കണ്ടൻ്റാണിത്. കുർക്കുമിൻ ഉപയോഗിക്കുന്നതും വളരെ നന്നായിട്ടൊരു ഫൈറ്റോ ന്യൂട്രിയൻറ്റ് എഫക്റ്റ് കൊടുക്കുന്നതും അതുവഴി ഡയബറ്റീസ് ഉള്ളവർക്ക് കിഡ്നി രോഗം വരാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്നതുമാണ്. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കിഡ്നി രോഗം വരാതിരിക്കാൻ വേണ്ടി, ഡയബറ്റീസ് വന്ന ഒരാൾക്ക് കിഡ്നി രോഗം വരാതിരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് കിഡ്നി രോഗം ഓൾറെഡി വന്ന ആൾക്കാർക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ പറയാത്തതെന്ന്. അതിൽ ഡയറ്റാണ് ഏറ്റവും പ്രധാനം. ആ ഡയറ്റിൽ നമ്മൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ചില കിഡ്നി രോഗികൾക്ക് സോഡിയം കുറവായിരിക്കാം, ചിലർക്ക് പൊട്ടാഷ്യം ആയിരിക്കും കുറയുന്നുണ്ടാവുക, ചിലർക്ക് ഗ്ലോമറുലർ ഫിൽട്രേഷൻ റേറ്റ് 30-20 കാണും, ചിലവർക്കത് 60 കാണും, ചിലർക്ക് ക്രിയാറ്റിന് 8 ആയിരിക്കും, ചിലർക്കത് 1.6 മാത്രമേ ഉണ്ടാവൂ. ഇത് ഓരോന്നിനും പ്രത്യേകമായിട്ടാണ് ഇതിൻ്റെ ഡയറ്റ് പ്ലാൻ തയ്യാറാക്കേണ്ടത്. സാധാരണഗതിയിൽ ഇനീഷ്യലി കിഡ്നി പേഷ്യൻ്റ് ആയി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മാംസാഹാരം അല്ലെങ്കിൽ പ്രോട്ടീൻ കംപ്ലീറ്റ് ആയിട്ട് നിർത്താറുണ്ട്. അത് ചെയ്യരുത് എന്നാണ് പുതിയ പഠനങ്ങൾ പറഞ്ഞു തരുന്നത്. കിഡ്നി 1.6, 1.7, 1.8 വരെയൊക്കെയും നിങ്ങൾക്ക് പ്രോട്ടീൻ നന്നായിട്ട് കഴിക്കാം. കാരണം ഒരു പക്ഷേ കിഡ്നിയുടെ ആദ്യകാലത്തെ ഡാമേജുകൾ മാറ്റാൻ വേണ്ടി കിഡ്നിയെ സഹായിക്കുന്നത് പ്രോട്ടീനാണ്. പക്ഷേ ഒരു പരിധിയിൽ മുകളിലേക്ക് ഇത് കയറുകയാണെങ്കിൽ അയാളുടെ ടോട്ടാലിറ്റി, അയാൾക്ക് ഉള്ള ബാക്കി പ്രശ്നങ്ങളൊക്കെ പരിഗണിച്ചിട്ടാണ് നമ്മൾ അയാളുടെ ഡയറ്റ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഇപ്പോൾ സംസാരിക്കാത്തത്. നമ്മളെപ്പോഴും പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ തന്നെയാണ്. എപ്പോഴും നമ്മൾ ഒരു രോഗം വരാതിരിക്കുക, പ്രത്യേകിച്ച് കിഡ്നി രോഗങ്ങൾ പോലെയുള്ള രോഗങ്ങൾ വരാതിരിക്കാൻ നോക്കുകയാണ് ഏറ്റവും ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഇതിന് ഏറ്റവും സാധ്യതയുള്ള പ്രമേഹ രോഗികൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് പ്രമേഹ രോഗം വരാനുള്ള സാധ്യത അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരാനുള്ള സാധ്യത ഉണ്ടോ എന്ന് പോലും ആദ്യകാലത്ത് ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം HOMA-IR എന്ന് പറയുന്ന ഒരു ടെസ്റ്റൊക്കെ ഇന്ന് അവൈലബിൾ ആണ്. HOMA-IR ഏകദേശം എനിക്ക് തോന്നുന്നത് ഈ ഇന്ത്യയിൽ ഇതിപ്പം ധാരാളമായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. HOMA-IR ആ റിസൾട്ട് ഏകദേശം ഒരു 0 to 2 യൂണിറ്റ്സിനകത്ത് നമ്മൾ കീപ്പ് ചെയ്യുക. അത് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രമേഹ രോഗം വരാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് അത് പറയുന്നത്. ഉദാഹരണത്തിന് ഇപ്പം ഫാമിലി ഹിസ്റ്ററി, കുടുംബത്തിൽ ധാരാളം പേർക്ക് ഡയബറ്റീസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും HOMA-IR ചെയ്തു നോക്കുക. അതിനകത്ത് പ്രമേഹ രോഗ സാധ്യത വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ അതിന് വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക. ഭക്ഷണത്തിൽ ക്രമീകരണങ്ങൾ വരുത്തുക. അല്ലെങ്കിൽ ചിലരൊക്കെ പറയുന്ന പോലെ ഒരു ജീവിതം മാത്രമേ ഉള്ളൂ, ഇതിൽ തിന്ന് കുടിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ
പൂർണ്ണമായിട്ടും ജീവിതം ആസ്വദിച്ച് ജീവിക്കാനൊന്നും കഴിയില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് മനസ്സിലാക്കി നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന രീതിയിൽ തന്നെ മുമ്പോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. അതിനുള്ള പരിശ്രമം ഭക്ഷണ രീതിയിലായാലും വ്യായാമത്തിൻ്റെ രീതിയിലായാലും ജീവിത ചിട്ട പുനഃക്രമീകരിക്കുന്ന കാര്യത്തിലായാലും ഒക്കെ നിങ്ങൾ വരുത്തുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി.